ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ കല്യാണത്തിന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇക്കായാണ് വണ്ടി ഓട്ടിക്കുന്നത്, ഞങ്ങൾ കാറിലാണ് പോകുന്നത്. അപ്പം കല്യാണം കൊല്ലത്തും പെണ്ണ് കൊല്ലത്തുള്ളതാണ്. ചെറുക്കൻ കരിങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഞങ്ങൾ അഞ്ചേന്നാണ് പോകുന്നത്. അപ്പം ഹസ്ബൻഡിൻ്റെ ഉമ്മായും അനിയനും അവരുടെ ഫാമിലി എല്ലാവരും കൂടെ വേറെ വണ്ടിക്കകത്തുമാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇക്കാടെ ഉമ്മ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഞങ്ങളെക്കാട്ടി മുമ്പേ തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തി. ഞങ്ങൾ അത്യാവശ്യം എല്ലാവരും താമസിച്ച് തന്നെയാണ് എത്തിയത്. അപ്പോഴാണ് അവിടെ കല്യാണത്തിൻ്റെ കെട്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ താമസിച്ചെത്തിയ സമയത്ത് തന്നെയാണ് അവിടെ താലികെട്ട് നടന്നത്. ഓഡിറ്റോറിയത്തിൽ ഫുള്ള് ആളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്നതുകൊണ്ട് ബാക്ക് സൈഡിലാണ് നിന്നത്. പിന്നീട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ പോയി നിന്ന് വീഡിയോ എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ചെറുക്കൻ്റെ വീട്ടിൽ നിന്നുമുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു ആ സ്റ്റേജിൽ. ഇതാണ് ചെറുക്കൻ്റെ പെങ്ങളാണ്. അപ്പം ആ കൊച്ച് ഇതേപോലെ സ്വർണ്ണം എന്തോ കാര്യം കൊണ്ട് അങ്ങോട്ട് പോവുക. അതേപോലെ അവരുടെ ഫാമിലിയിലുള്ളവരും എല്ലാവരും കൂടെ ഒക്കെ ചേർന്ന് നിന്ന് സ്റ്റേജിൽ മാല കൊടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൊല്ലം MP NK പ്രേമചന്ദ്രൻ സാറും ഉണ്ടായിരുന്നു കല്യാണത്തിൽ പങ്കെടുക്കാൻ. അപ്പം മാല ഇടുന്ന ടൈം ആയതുകൊണ്ട് സാറ് കുറച്ച് ബാക്കിലോട്ട് തന്നെ മാറി നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നീട് സാർ അവർക്ക് പൂവൊക്കെ കൊടുത്തു. അപ്പോൾ അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി കണ്ട് നിന്നവരും. അങ്ങനെ സാറ് കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നീട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഓഡിറ്റോറിയത്തിൻ്റെ താഴെ 2 നിലയിലായിട്ടായിരുന്നു കല്യാണം നടന്നത്. അപ്പോൾ താഴെ ഭാഗത്താണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണേ. അങ്ങനെ ഫുഡ് എന്നുള്ള ലക്ഷ്യമായിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടേ. അപ്പോൾ കൂടെ ഉള്ളത് എൻ്റെ അനിയൻ്റെ വൈഫാണ്. അങ്ങനെ ഞങ്ങൾ താഴെ വന്ന് ഞങ്ങൾക്ക് പ്ലേറ്റിനകത്ത് ഈത്തപ്പഴത്തിൻ്റെ അച്ചാറും എല്ലാം അവർ കൊണ്ടുവച്ചേക്കുമായിരുന്നു. നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാമായിരുന്നു. അപ്പോൾ ഈത്തപ്പഴ അച്ചാറും നാരങ്ങ അച്ചാറും സലാഡുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കായിരുന്നു. ഇക്കായും എൻ്റെ ഹസ്ബൻഡും അവരെ കുഞ്ഞുമായും ഒക്കെ ഓപ്പോസിറ്റ് സീറ്റിലായിരുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് കൊണ്ടുവച്ചേക്കുന്ന സാധനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഭാഗ്യത്തിന് എല്ലാ സാധനവും ഫസ്റ്റ് എൻ്റെ ഫ്രണ്ടിലാണ് കൊണ്ടുവച്ചത്. അതുകൊണ്ട് എല്ലാം ആദ്യം തന്നെ ഞാനാണ് വിളമ്പി എടുത്തത് കേട്ടോ. ആട് ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ അവർ കൊണ്ടിട്ടു. അപ്പം ഞാൻ ബിരിയാണിയുടെ കഷ്ണം എടുത്തില്ല, അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിലെ മസാലയും ചോറുമായിട്ട് മിക്സ് ചെയ്ത് ഞങ്ങളെല്ലാം കഴിച്ചു. പിന്നീട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കൈയൊക്കെ കഴുകി പിന്നെ അവിടെ പിള്ളേർ സെറ്റ് ഡാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിപ്പം ഐസ്ക്രീം, നമുക്ക് ഫുഡ് കഴിച്ചിരിക്കുമ്പോഴത്തേക്ക് ഐസ്ക്രീം കൊടുക്കുമല്ലോ, അങ്ങനെ അത് എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ മോന് സ്പൂൺ കൊടുത്തപ്പോൾ അവൻ പറഞ്ഞ് എനിക്ക് സ്പൂൺ കിട്ടിയെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഇന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്ത്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞുമ്മയുടെ മോൻ്റെ കൊച്ച് സിയ. ഇത് ഞങ്ങളുടെ കുഞ്ഞുമ്മ, എൻ്റെ അമ്മായിമ്മയുടെ അനിയത്തി കേട്ടോ. ഇതെൻ്റെ അനിയൻ്റെ വൈഫ്, ഇത് കൊച്ചാപ്പ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ അനിയൻ്റെ മോന അവ ഐസ്ക്രീം തിന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കാര്യമൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം തിരിച്ച് പോകാൻ ഇറങ്ങിയപ്പം ഇതാണ് ചെറുക്കൻ്റെ വാപ്പ. അങ്ങനെ ചെറുക്കൻ്റെ വാപ്പ ഉമ്മായുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കല്യാണം എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ പ്ലാനിങ് ഒന്ന് മാറ്റി. അങ്ങനെ ആശ്രമ മൈതാനത്ത് ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ താങ്ക്